ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനം. ഗമകങ്ങളും രാഗങ്ങളുമെല്ലാം ഏകശ്രുതിയിൽ പെട്ടെന്ന് തന്നെ ലയിക്കും. ശങ്കരനാരായണ സങ്കല്പം പോലുള്ള മൂർത്തിഭേദങ്ങൾ ഏകാക്ഷരത്തിൽ ഒരുമിക്കുന്ന പോലെയാണത് എന്ന് പറയുകയാണ് 41-ാമത്തെ ശ്ലോകത്തിൽ. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരു മിന്നൽ കണക്കെയും ഇതേകാക്ഷരത്തിൽ ഒരുമിക്കുന്ന പോലെയും ഇതാകാശസൂക്ഷ്മതനു നാരായണായ നമ. ഠായങ്ങൾ എന്നാൽ സംഗീതത്തിലെ ഗമകങ്ങൾ, സ്വരങ്ങളുടെ ഒരു പ്രത്യേക സംയോജനമാണ് ഗമകങ്ങൾ. ഗീതം എന്നാൽ ഗാനം. നാദപ്രയോഗം, ശബ്ദത്തെ പ്രത്യേക തരത്തിൽ യോജിപ്പിക്കലാണ് നാദപ്രയോഗം. ഇവയെല്ലാം ഗമകങ്ങളും രാഗങ്ങളുമെല്ലാം ഏകശ്രുതിയിൽ മിന്നൽ പോലെ, അതായത് പെട്ടെന്ന് തന്നെ ലയിക്കുന്നു. അത് ഏതുപോലെയാണെന്നാണ് പറയുന്നത്? ഏകാക്ഷരത്തിൽ ഒരുമിക്കുന്ന പോലെ. ശങ്കരനാരായണ സങ്കല്പം പോലുള്ള മൂർത്തിഭേദങ്ങൾ ഏകാക്ഷരത്തിൽ ഒരുമിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. നാദത്തിൽ നിന്ന് ശ്രുതികളും, ശ്രുതികളിൽ നിന്ന് സ്വരങ്ങളും, സ്വരങ്ങളുടെ പ്രയോഗഭേദങ്ങളിൽ നിന്ന് ഗാനവും ഉണ്ടാകുന്നു. സപ്തസ്വരങ്ങളുടെ വിവിധ തരത്തിലുള്ള ആരോഹണ അവരോഹണ ക്രമീകരണങ്ങൾ വഴിയാണ് വിവിധ രാഗങ്ങൾ രൂപം കൊള്ളുന്നത്. ഗമകങ്ങളും രാഗങ്ങളും ഗാനങ്ങളും എല്ലാം നാദപ്രയോഗഭേദങ്ങൾ തന്നെയാണ്. നാദരൂപിയായ പരമാത്മാവ് ആകാശതുല്യം സൂക്ഷ്മരൂപിയാണ്. ഇവിടെ ഭഗവാനെ നാദസ്വരൂപിയായിട്ടാണ് പറയുന്നത്. ലോകസൃഷ്ടിക്ക് മുൻപ് എങ്ങും നിറഞ്ഞു നിന്നിരുന്നത് നാദാത്മകമായ ആകാശമാണ് എന്ന ആശയമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓംകാരം നാദബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഓംകാരത്തിലെ അകാരത്തെ ഉകാരത്തിലും, ഉകാരത്തെ മകാരത്തിലും, മകാരത്തെ ബിന്ദുരൂപമായ നാദത്തിലും ലയിപ്പിച്ച് ആ നാദത്തെ അനുസന്ധാനം ചെയ്താൽ ബ്രഹ്മപദം പ്രാപിക്കാമെന്നാണ് പറയുന്നത്. ശ്രീ ശങ്കരാചാര്യർ പറയുന്നു, നാദാനുസന്ധാനമേ നിനക്ക് നമസ്കാരം, ബ്രഹ്മപദത്തിലെത്തിക്കുന്ന സാധനമാണ് നീ. നിന്റെ പ്രസാദത്താലാണ് എൻ്റെ മനസ്സ് പ്രാണനോടുകൂടി വിഷ്ണുപദത്തിൽ ലയിക്കുന്നത്. ആകാശത്തിന് തുല്യം സൂക്ഷ്മരൂപിയായ അല്ലയോ ഭഗവാനെ, അങ്ങേക്കായി നമസ്കാരം. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരു മിന്നൽ കണക്കെയും ഇതേകാക്ഷരത്തിലൊരുമിക്കുന്ന പോലെയും ഇതാകാശസൂക്ഷ്മതനു നാരായണായ നമഃ.